കൊണ്ട് തേനുകൾ കട്ട പിടിക്കുന്നുണ്ട്. തണുപ്പ് നല്ല കൂടുതലുള്ള ക്ലൈമറ്റിൽ തേൻ കട്ട പിടിക്കും. അതുപോലെ ഗ്ലൂക്കോസ് ഫ്രക്ടോസിന്റെ കണ്ടന്റ് കൂടുതലും ബി പോളൻ പൂമ്പൊടിയുടെ വേരിയേഷൻ അനുസരിച്ച് തേൻ കട്ട പിടിക്കും. കട്ട പിടിച്ച തേൻ നമുക്ക് അങ്ങനെ കഴിക്കാം. നമുക്കത് മെൽറ്റ് ചെയ്യുന്നെങ്കിൽ ഒന്നില്ലെങ്കിൽ വെയിലത്ത് വെക്കണം, അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ബോട്ടിൽ എത്തിച്ചാൽ തേൻ മെൽറ്റ് ആക്കാം. ഈ കാണുന്നത് ചെറുതേനുകളാണ്. ഇത് വർഷം ചെല്ലുന്നവരും കാണിക്കുന്ന വേരിയേഷൻ. തേൻ പഴക്കം ചെല്ലുന്നവരും ഹണിയുടെ ഡാർക്ക് കറുത്ത നിറം കൂടിക്കൂടി വരും. ചില ആളുകൾ കറുത്ത നിറമ്പോ തേൻ കളയും, നാശമാക്കി വെച്ചിട്ട് എന്നാൽ കളയണ്ട. പുതിയ തേനെക്കാട്ടി ബെസ്റ്റ് തേന് പഴയ തേനാ. വീര്യം കൂടുതലും ഗുണം കൂടുതലും ഒക്കെ പഴയ തേന. മെഡിസിൻ പർപ്പസ് ബെസ്റ്റ് ആണ് പഴയ തേൻ. പഴക്കം കൊണ്ട് മാത്രമല്ല ഈ വ്യത്യാസം സംഭവിക്കാറ്. പൂക്കളുടെ വ്യത്യാസം ഉണ്ടാവും, ബീസിലെ വ്യത്യാസത്തിൽ, സ്ഥലത്തിനനുസരിച്ച് ഓരോ കാലാവസ്ഥക്കനുസരിച്ചും തേനിന്റെ നിറം, രുചി, ഗുണത്തിലൊക്കെ വ്യത്യാസങ്ങൾ അത് സംഭവിക്കുന്നുണ്ട്. കാഞ്ഞിരം, കൊന്നയൊക്കെ പൂക്കുന്ന സീസണിലൊക്കെ തേനീച്ചകളാ നെറ്റ് എടുത്താൽ കയ്പുള്ള തേൻ കിട്ടും നമുക്ക്. വാളംപൊളി പൂക്കുന്ന സീസണിൽ പുളിപ്പുള്ള തേനും കിട്ടും. തേനീച്ചയിൽ ഏത് നെക്റ്റാ കളക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് മാറും. അതാണ് ബി വാക്സ് എന്ന പ്രൊഡക്റ്റ്. തേനീച്ചയുടെ മെഴുക്. ബീസുകൾ തന്നെ അവരുടെ ബോഡിയിൽ നിന്ന് വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥി ഉണ്ട്, വാക്സ് ഗ്ലാൻഡ്. അതിന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഴുക. തേനീച്ച കൂടെ നമ്മൾ കണ്ടുണ്ടാവും. അവർ ഹൈവ് അവരുണ്ടാക്കുന്ന മെഴുക് നമ്മൾ കലത്തിൽ വെച്ച് ബോയിൽ ചെയ്ത കലത്തിന്റെ ഷേപ്പിലേക്ക് കിട്ടുന്നത് അവരുടെ കൂടാണ്. ഓക്കെ, നമ്മൾ പ്രപ്പോളിഷ് ചെയ്യുന്ന ഒരു ഗമ്മൊക്കെ അവർ മേക്ക് ചെയ്യുന്ന അവിടെ കൂടെ ജോയിൻ ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന പശ, അതിനകത്ത് അവർ വാക്സ് ആഡ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ട്രീ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ, ഒലീവ് ഓയിൽ ഒക്കെ ആഡ് ചെയ്തിട്ട് ബി വാക്സ് എന്ന പ്രൊഡക്റ്റ് ഉണ്ട്. കാലിന്റെ മടമ്പ് പൊടുന്ന് യൂസ് ചെയ്യാം, പിറ്റവെടുപ്പിൽ, ചുണ്ട് പൊടുന്നതിന്, ഡ്രൈ സ്കിൻ, ഓൾ ബോഡി തേക്കാം, ലിബാമ യൂസ് ചെയ്യാം, അൺഡ്രാംസൽ ബ്ലാക്ക്ലെസ്, അൺഡ്രൈലെ ബ്ലാക്ക്ലെസ്, ആഫ് ടിഷ്യൂ യൂസ് ചെയ്യാം. ഇത് വെച്ച് ബി സോപ്പുകൾ ഉണ്ടാക്കാം, കാൻഡിൽസ് ഉണ്ടാക്കാം. ആശാരിമാര് ഡോറിന്റെ ഹോള് ഫിൽ ചെയ്യാനും അവിടെ സ്ക്രൂ സ്മൂത്ത് ആയാലും പോളിഷ് വർക്കിനൊക്കെ ആശാരിമാർ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇദ്ദേഹം സയന്റിസ്റ്റ് ആണ്. പേര് കാൾബോൺ ഫിഷ് എന്നാണ്, ഓസ്ട്രേലിയ. 1973 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടിയിരുന്നു. ഇദ്ദേഹത്തിന്റെ തിയറി പീസ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മളൊക്കെ സംസാരത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തേനീച്ചകളൊക്കെ ഡാൻസ് ചെയ്തിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എല്ലാ ജോലിക്കും തേനീച്ചകൾ ഡാൻസ് കളിക്കും. ഒരു തേനീച്ച ഒരു ഡാൻസ് കളിക്കുകയാണെങ്കിൽ ബാക്കി തേനീച്ചകൾക്ക് അത് മനസ്സിലാവുന്ന, അത് ഇന്ന ജോലിക്കാം, നല്ല തേനാണോ ചീത്ത തേനാണോ, ഇത്തരത്തോടും പോയി നല്ല തേൻ കളിക്കും, കൂട് വൃത്തിയാക്കാനൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള ഡാൻസുകളാണ് തേനീച്ച കളിക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇന്ന ജോലിക്കാണ് കളിക്കുന്നത്. നാടൻ ഉന്മേഷമില്ലാത്ത ആൾക്ക് ബെസ്റ്റ് ആണ്. ഉറക്കില്ലാത്ത ആൾക്ക് നോർമലായി ഉറക്കിട്ടാന് നോർമൽ പർപ്പസ് യൂസ് ചെയ്യാം. നാടൻ തേനീച്ചകളൊക്കെ ഓർമ്മശക്തിയൊക്കെ കിട്ടും. ഇത് വെച്ചാൽ ഉറക്ക് കിട്ടും. രാവിലെ വെറും പറ്റി കഴിക്കണം. അതുപോലെ ഈ നാടൻ തേയില ഗാർലിക് ആഡ് ഇടാം. ഇതാണ് നമ്മളുടെ ആഡ്. വെളുത്തുള്ളി എന്ത് ചെയ്യുന്നറിയോ, 1.5 മാസം നമ്മൾ തേയില വെളുത്തുള്ളി ഇട്ട് വെക്കും. പിന്നെ നമ്മൾ പ്രോസസ് ചെയ്ത് കളക്ട് ചെയ്യുക, വെളുത്തുള്ളി കളക്ട് ചെയ്ത്. ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉള്ളവരുണ്ടോ അത് കുറക്കാൻ പറ്റും. അതുപോലെ ഹാർട്ട് പേഷ്യൻ്റ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് വെളുത്തുള്ളി ആഡഡ് ആയിട്ടോ. മഴ കടുക് പൂക്കുന്ന സമയത്ത് ഹരിയാന, പഞ്ചാബ് അങ്ങനെ ഭാഗം കഴിക്കുന്നത് വെരിക്കോസ്, ആർത്രൈറ്റിസ്, ജോയിന്റ് പെയിൻ ഒക്കെ നല്ലതാണ് കടുകിന്റെ തേൻ കേട്ടോ. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന തേനാണ്.